അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ആണിത്. ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വറുത്തെടുക്കണം. ഒരു പാൻ അടുപ്പയിൽ വയ്ക്കാം. ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഓട്സ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓട്സിൻ്റെ പച്ചമണം മാറണം, അതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഓട്സ് തണുത്തതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു വലിയ സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവോളയാണെങ്കിൽ 2 എണ്ണം ചേർക്കുക. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതോടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എങ്ങനെ ചേർത്താലും ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചതച്ചാകുമ്പോൾ അധികം കടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇനി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ എരിവിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറാണ് എടുത്തേക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല പൗഡർ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് മൈദാമാവ് എടുത്തു വെച്ചിട്ടുണ്ട്, അതോടെ ചേർത്ത് കൊടുക്കുക. ഒരു 4.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സവാള ഇതൊക്കെ എടുക്കുന്നതിന് ഓട്സിനൊക്കെ അനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അല്പാൽപ്പം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഓട്സ് മാവൊക്കെ ചേർക്കുന്നതുകൊണ്ട് വെള്ളം തന്നെ ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ 1/2 കപ്പേ ആവശ്യം വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഓട്സ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതുപോലെ മാറ്റം വരുത്തണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ ഉള്ളിവടയ്ക്കൊക്കെ മാവ് ഇടുകയല്ലേ, ആ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ആദ്യം എല്ലാം കൂടെ ഒന്ന് ഉരുട്ടി റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ ഇരുന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടി റെഡിയാക്കി വയ്ക്കാം. ഓയിൽ ചൂടാവട്ടെ. അപ്പോൾ ആ സമയം നമുക്കത് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടിയിട്ട്, ഞാൻ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. നമുക്ക് ബോണ്ടൊക്കെ റെഡിയാക്കുന്ന പോലെ വട്ടത്തിലാണെങ്കിലും ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്ക് ഇത് ഉരുട്ടി ഷേപ്പുകളാക്കി എടുക്കാം. ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നി ഒരല്പം എണ്ണ കയ്യിൽ ചേർത്ത് കൊടുക്കുക. എനിക്ക് അങ്ങനെ ഒന്നും ഒട്ടിപ്പിടിച്ചില്ല, അല്ലെങ്കിൽ കയ്യിൽ വെള്ളം നനച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്താൽ എളുപ്പമായിരിക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓരോന്ന് ഇടുന്നതിലും നല്ലത് ഇതുപോലെ പ്ലേറ്റിൽ റെഡിയാക്കിയെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ബിസ്മില്ലാ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഓട്സൊക്കെ ഓൾറെഡി ഫ്രൈ ആയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള സവോളയും മാവൊക്കെ ഫ്രൈ ആവണമല്ലോ. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. ഓട്സ് ആയതുകൊണ്ട് തന്നെ കരിഞ്ഞ് പിടിക്കും, അതുകൊണ്ട് നോക്കി ചെയ്യുക. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം.
നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ ചിക്കൻ മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ കഴിക്കുന്നില്ല, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. നല്ല മണമാണ് വരുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു സ്നാക്സാണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നമ്മൾ ഓട്സ് ചേർത്താന്ന് ഇതിൽ പറയില്ല. ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ അത് അറിയാൻ പറ്റുള്ളൂ. ഇത് ഫ്രൈ ആവട്ടെ. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റണം. ഇതുപോലെ ബ്രൗൺ നിറമാവുമ്പോൾ വേണം എണ്ണയിൽ നിന്ന് മാറ്റാനായിട്ട്. പിന്നെ നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. സ്നാക്സ് ഇപ്പോൾ റെഡി ആയത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബായ്, അസ്സലാമു അലൈക്കും.